വർദ്ധിച്ചു വരുന്ന ജലജന്യ രോഗങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുത്ത് കിണർ ക്ലോറിനേഷൻ വളരെ വ്യാപകമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നടത്തി വരികയാണ്. അതോടൊപ്പം തന്നെ പ്രാധാന്യമേറിയ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. കിണർ ക്ലോറിനീകരണത്തിന് ശേഷം കിണർ ജലത്തിൻ്റെ ഗുണനിലവാര പരിശോധന, അതായത് ക്ലോറിനീകരണം വിജയകരമായോ എന്ന് അറിയുന്നതിനായിട്ടുള്ള ഒരു പരിശോധന രീതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഉപയോഗിക്കുന്ന ബ്ലീച്ചിങ് പൗഡറിൻ്റെ ഗുണനിലവാരക്കുറവും ശുദ്ധീകരിക്കുന്ന ജലത്തിൻ്റെ വർദ്ധിച്ച ക്ലോറിൻ ആവശ്യകതയും ക്ലോറിനേഷൻ പൂർണ്ണമായി വിജയകരമാകുമോ എന്നതിനെ ബാധിക്കും എന്നതുകൊണ്ട് തന്നെ എല്ലാ ക്ലോറിനീകരണത്തിന് ശേഷവും ഗുണനിലവാര പരിശോധന നടത്തേണ്ടതാണ്. അതിനായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ക്ലോറോസ്കോപ്പ്. ഈ ഉപകരണം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഗുണനിലവാര പരിശോധന നടത്തുന്നത്. ക്ലോറിനീകരണം നടത്തി 1 മണിക്കൂറിന് ശേഷം ആണ് നമ്മൾ ഈ ഗുണനിലവാര പരിശോധന നടത്തുന്നത്. അത്തരത്തിൽ ക്ലോറിനീകരണത്തിന് ശേഷം ഉള്ള ജലത്തിൽ എത്രമാത്രം അവക്ഷിപ്ത ക്ലോറിൻ ഉണ്ട് എന്നാണ് നമ്മൾ ഈ പരിശോധനയിലൂടെ നിർണ്ണയിക്കുന്നത്. ഇനി നമുക്ക് ഈ പരിശോധന രീതിയിലേക്ക് കടക്കാം. ക്ലോറിനീകരണത്തിന് ശേഷം 1 മണിക്കൂർ കോണ്ടാക്ട് പീരീഡ് അനുവദിക്കണം. അതിനുശേഷം നമ്മുടെ ക്ലോറോസ്കോപ്പിൽ 2 ടെസ്റ്റ് ട്യൂബുകളാണ് ഉള്ളത്. ആ 2ലും ക്ലോറിനേഷൻ നടത്തിയ ജലം തന്നെ നമ്മൾ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് ഇതോടൊപ്പം നമുക്ക് ലഭ്യമായിട്ടുള്ള ഓർത്തോടോളുഡിൻ എന്ന ദ്രാവകം ഉണ്ട്. അതിൽ 3 തുള്ളി നമ്മൾ ചേർക്കണം. അതിനുശേഷം ഈ ദ്രാവകം നന്നായി കലർത്തുക. അതിനെ ക്ലോറോസ്കോപ്പിനുള്ളിലേക്ക് വെച്ച് അതിനുശേഷം അടപ്പ് കൊണ്ട് നന്നായി അടയ്ക്കുക. ഇനി ഈ ക്ലോറോസ്കോപ്പിൻ്റെ മധ്യഭാഗത്തായിട്ട് ചില സംഖ്യകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ഈ ഓർത്തോടോളുഡിൻ ചേർക്കുമ്പോൾ ആ വെള്ളത്തിന് ഒരു ഇളം മഞ്ഞ നിറം ഉണ്ടാകും. വെള്ളത്തിലെ അവക്ഷിപ്ത ക്ലോറിൻ്റെ അളവിനനുസരിച്ചായിരിക്കും ആ മഞ്ഞ നിറത്തിൻ്റെ ഗാഢത വർദ്ധിക്കുന്നത്. ഈ വശങ്ങളിൽ കാണുന്ന ഈ നിറവുമായി ഓർത്തോടോളുഡിൻ ചേർത്ത ജലത്തിൻ്റെ നിറം താരതമ്യപ്പെടുത്തുക. ഏറ്റവും കൂടുതൽ യോജിക്കുന്ന നിറം വരുന്ന ഭാഗത്തിന് നേർക്കുള്ള മാർക്കിംഗ് ആണ് നമ്മൾ പരിശോധിക്കേണ്ടത്. 1 മണിക്കൂർ ക്ലോറിനേഷൻ കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിൽ പരിശോധന നടത്തിയാൽ 0.5 മുതൽ 1 വരെ പാർട്സ് പെർ മില്യൺ എന്നാണ് ഇതിൻ്റെ ഒരു യൂണിറ്റിനെ പറയുക. ആ യൂണിറ്റ് അളവിനുള്ളിലുള്ള ജലം നമുക്ക് ഉപയോഗയോഗ്യമാണ്. ഇനി ഒരു ക്ലോറിനേഷൻ നടത്തി 1 മണിക്കൂറിന് ശേഷം നടത്തുന്ന ഇത്തരം പരിശോധനയിൽ ക്ലോറിനേഷൻ നടത്തുന്നത് മാത്രമല്ല, അത് വിജയകരമായി പൂർത്തിയാക്കി എന്ന് ഉറപ്പുവരുത്താനും നമുക്ക് കഴിയണം. അതിന് ക്ലോറോസ്കോപ്പ് നിങ്ങളെ സഹായിക്കും.